മുൻ പ്രധാനമന്ത്രിമാരായ പി.വി. നരസിംഹറാവുവിനും ചൗധരി ചരൺ സിംഗിനും ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥനും ഭാരതരത്ന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരം പ്രഖ്യാപിച്ചത്. കാർഷിക മേഖലയെ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച എം.എസ്. സ്വാമിനാഥനെ രാജ്യം ആദരിക്കുമ്പോൾ മലയാളികൾക്കിത് ഇരട്ടി മധുരമാണ്. 3 പേർക്കും മരണാനന്തര ബഹുമതിയായാണ് വിശിഷ്ട പദവി സമ്മാനിച്ചത്. പണ്ഡിതനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്ന നരസിംഹറാവു ഭാരതത്തെ വിവിധ തലങ്ങളിൽ സേവിച്ചു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, പാർലമെന്റ്, നിയമസഭാംഗം എന്നീ നിലകളിൽ പതിറ്റാണ്ടുകൾ നരസിംഹറാവു നടത്തിയ പ്രവർത്തനങ്ങളുടെ പേരിൽ രാജ്യമെന്നും അദ്ദേഹത്തെ സ്മരിക്കും. രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും ഉതകുന്ന രീതിയിൽ സാമ്പത്തികമായി മുന്നേറാൻ നിർണായക പങ്കുവഹിച്ചതും നരസിംഹറാവു തന്നെ. സാമ്പത്തിക വികസനത്തിന്റെ പുതിയൊരു യുഗം തുറന്ന നരസിംഹറാവുവിന് ഭാരതരത്ന നൽകി ആദരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. സ്വാതന്ത്ര്യ സമരത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന് രാജ്യത്തിന്റെ 5ാമത്തെ പ്രധാനമന്ത്രിയായി സേവിച്ച ചൗധരി ചരൺ സിംഗിനെ രാഷ്ട്രം ഭാരതരത്ന നൽകി ആദരിക്കും. ഗ്രാമീണ സോഷ്യലിസം എന്ന ആശയത്തിലൂന്നി പ്രവർത്തിച്ച ചരൺ സിംഗ് ഹരിയാനയിലെ ജാട്ട് സമുദായത്തിന്റെ പ്രിയങ്കരനായ നേതാവ് കൂടിയായിരുന്നു. കൃഷിയിലും കാർഷിക ക്ഷേമത്തിലും രാഷ്ട്രത്തിന് നൽകിയ മഹത്തായ സംഭാവനകളെ മാനിച്ച് ഡോക്ടർ എം.എസ്. സ്വാമിനാഥന് ഭാരതരത്ന നൽകി ആദരിക്കുന്നത് അത്യന്തം സന്തോഷകരമാണെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ ഭാരതത്തെ കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സഹായിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഡോക്ടർ എം.എസ്. സ്വാമിനാഥന് ഭാരതരത്ന പ്രഖ്യാപിക്കുമ്പോൾ മലയാളിക്കിത് ഇരട്ടി മധുരം കൂടിയാണ്. എം.ജി.ആറിന് ശേഷം ഭാരതരത്ന ലഭിക്കുന്ന 2ാമത്തെ മലയാളിയാണ് മങ്കമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്ന എം.എസ്. സ്വാമിനാഥൻ. ഇക്കഴിഞ്ഞ 3-ന് മുൻ ഉപപ്രധാനമന്ത്രി എൽ.കെ. അദ്വാനിക്കും കർപ്പൂരി താക്കൂറിനും ഭാരതരത്ന ബഹുമതി പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ ഈ വർഷം 5 പേർക്ക് ഭാരതരത്ന പുരസ്കാരം സമ്മാനിക്കും. ജനം, ഡൽഹി.